So, good evening. നമ്മൾ സബ് ബഡ്ജറ്റ് എക്സാം പ്രിപ്പറേഷൻ്റെ ഇലക്ട്രോണിക്സ് പാർട്ട് നമ്പർ 3 സെഷനിലേക്ക് പോവുകയാണ്. പാർട്ട് നമ്പർ 2 നമ്മൾ ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസിസ്റ്റർ ആൽഫ ബീറ്റ അല്ലെ, ആൽഫ ബീറ്റ റിലേഷൻ വരാണ് നമ്മൾ പാർട്ട് 2 നമ്മൾ പറഞ്ഞത് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പാർട്ടിൽ നമ്മൾ പോകുന്നത് DC ലോഡ് ലൈൻ ഓപ്പറേറ്റിംഗ് പോയിന്റ്, ട്രാൻസിസ്റ്റർ ബയാസിംഗ് ആൻഡ് ദാറ്റ് ഈസ് സിമ്പിൾ സ്റ്റേജ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന ഒരു മേഖലയാണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ 3 കോൺഫിഗറേഷൻ നമുക്ക് ഉണ്ടാകുന്നത് പറയാം അല്ലെ. ഏതൊക്കെയായിരിക്കും? കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉണ്ട്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട്, പിന്നെ അതായിരിക്കും കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ, ഈ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എപ്പോഴും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. വോൾട്ടേജ് ഗെയിൻ കൂടുതൽ ആർക്കാണ്, കറണ്ട് ഗെയിൻ കൂടുതൽ ആർക്കാണ്, ആപ്ലിക്കേഷൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻപുട്ട് ഇംപെഡൻസിന്റെ വാല്യൂ, ഔട്ട്പുട്ട് ഇംപെഡൻസിന്റെ വാല്യൂ അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം കോമൺ ബേസ്ഡ് ടെർമിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫസ്റ്റ് കോമൺ ബേസ് പറയുമ്പോഴത്തേക്ക് ബേസ് ടെർമിനലായിരിക്കും കോമൺ എന്ന് പറയുന്നത്. കോമൺ എമിറ്ററിലാണ്, എമിറ്റർ ടെർമിനൽ കോമൺ ആയിട്ട് വരും. കോമൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരും? ഒരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അല്ലെ, ഇത് എമിറ്റർ ആണ്, ഇതെന്തായിരിക്കും? ഇത് ബേസ് ആണ്. ഇത് കളക്ടർ ആണെങ്കിൽ ഇത് എമിറ്റർ, 3 ടെർമിനൽ ഉണ്ട്. എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഈ എമിറ്റർ എന്ന് പറയുന്നത് എമിറ്റർ ഇൻപുട്ട് സെക്ഷനിലും ഔട്ട്പുട്ട് സെക്ഷനിലും എന്തായിരിക്കും വരിക? കോമൺ ആയിട്ടായിരിക്കും വരിക അല്ലെ. അപ്പൊ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലായിരിക്കും. ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ ഈ ഒരു സെക്ഷനിലായിരിക്കും അല്ലെ. അപ്പൊ ഇൻപുട്ടിലും ഔട്ട്പുട്ട് പാർട്ടിലും, ഇൻപുട്ട് പാർട്ടിലും ഔട്ട്പുട്ട് പാർട്ടിലും കോമൺ ആയിട്ട് വരുന്ന ആര് വരുന്നുണ്ട്? ഇൻപുട്ട് പാർട്ടിലും എമിറ്റർ വരുന്നുണ്ട്, ഔട്ട്പുട്ട് പാർട്ടിൽ ആര് വരുന്നുണ്ട്? എമിറ്റർ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ അതായത് ഒരു ടെർമിനലിൽ ഈസ് കോമൺ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽ. ബേസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ബേസ് ആയിരിക്കും കോമൺ ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഓർത്ത് വെക്കുക. പിന്നെ അതായിരിക്കും ഇൻപുട്ട്. ഇവിടെ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കും ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്? ബേസിൽ എമിറ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. ഔട്ട്പുട്ട് എടുക്കുന്ന എവിടെ ആയിരിക്കും? കളക്ടറിന് എമിറ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അല്ലെ. പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ നമ്മൾ ഇൻപുട്ട് ഇംപെഡൻസ് പറയുമ്പോഴത്തേക്ക് കോമൺ എമിറ്റർ കോമൺ ബേസ് കോൺഫിഗറേഷൻ വെരി ലോ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? കോമൺ കളക്ടറിന് വെരി ഹൈ ആയിരിക്കും ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ തിരിച്ച് അല്ലെ, ഇതിന്റെ നേരെ തിരിച്ചായിട്ട് ഓർത്ത് വയ്ക്കുക. ഇൻപുട്ട് ഇംപെഡൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് ഇംപെഡൻസ് വരുന്നത്. കോമൺ ബേസിന് ഇൻപുട്ട് ഇംപെഡൻസ് കുറവാണ്, പക്ഷേ ഔട്ട്പുട്ട് ഇംപെഡൻസ് വെരി ഹൈ ആണ്. പിന്നെ എന്തായിരിക്കും വരിക? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ രണ്ട് മീഡിയം ആയിരിക്കും വരിക. എന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ കളക്ടറിനകത്തായിരിക്കും വെരി ലോ ആയിരിക്കും വരിക. സോ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എമിറ്ററിനും ബേസിന്. ആ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ആൾവേസ് ഫോർവേഡ് ബയാസ്ഡ് ആണ് അല്ലെ. ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ആൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പം എന്താ ഇപ്പൊ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഇറ്റ് ഈസ് മീഡിയം ആൻഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് ഇംപെഡൻസും മീഡിയം ആണ്, ഔട്ട്പുട്ട് ഇംപെഡൻസും മീഡിയം ആണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ കോമൺ ബേസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇൻപുട്ട് ഇംപെഡൻസ് കുറവായിരിക്കും, ഔട്ട്പുട്ട് ഇംപെഡൻസ് വെരി ഹൈ ആണ്. സോ ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇത് കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ നമുക്ക് സിംഗിൾ കറണ്ട് ഗെയിൻ ഈ പോയിന്റും ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഫേസ് ഷിഫ്റ്റ് 0 ആണ് വരുന്നത്. എന്തായിരിക്കും വരിക? പക്ഷേ കോമൺ എമിറ്റർ കോൺഫിഗറേഷനകത്ത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടായിട്ട് ആംപ്ലിഫിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? സോ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുന്നത്. പക്ഷേ കോമൺ ബേസും കോമൺ കളക്ടറിനകത്ത് എന്തായിരിക്കും വരിക? സെയിം ഫേസിലായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും. ഇൻ ഫേസിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഈ ഒരു പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 3 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, പിന്നെ എന്തായിരിക്കും? ഔട്ട്പുട്ട് സിഗ്നൽ ഫേസ്. ഈ സിഗ്നൽ ഫേസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്തായിരിക്കും വരിക? വോൾട്ടേജ് ഗെയിൻ. നമുക്കറിയാം ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ വളരെ കൂടുതലാണ് അല്ലെ. അതുകൊണ്ടാണ് ഈ വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ ഒക്കെ കൂടുതലായത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഇതിനെ ആംപ്ലിഫിക്കേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ ആംപ്ലിഫിക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും ഒക്കെ ഹൈ ആയിരിക്കും. വോൾട്ടേജും കറണ്ട് കൂടുമ്പോഴത്തേക്ക് പവർ ഗെയിനും ഹൈ ആണ്. അപ്പം ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്കിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, പവർ ഗെയിൻ, പിന്നെ ആപ്ലിക്കേഷൻസ്. അപ്പം ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ കോമൺ ബേസിന് വെരി ലോ ആയിരിക്കും, കളക്ടറിന് എന്തായിരിക്കും വരിക? വെരി ഹൈ ആയിരിക്കും. ആ കോമൺ എമിറ്ററിനകത്ത് ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും മീഡിയം ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ,
പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കോമൺ ബേസ് ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും കോമൺ എമിറ്റർ റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു കോമൺ കളക്ടർ എന്തായിരിക്കും സ്വിച്ചിങ് സർക്യൂട്ട്സ് അഥവാ ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഇംപെഡൻസ് മാച്ചിങ്. സോ നമുക്ക് ഇതിന്റെ ഡയഗ്രാംസോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് വേണ്ട. നമുക്ക് മിനിമം നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ടേബിൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഈ ടേബിളിലാണ് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ടേബിൾ കാര്യമായിട്ട് പഠിക്കുക. അത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കോട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഫേസ്, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ ആർക്കൊക്കെയാണ് കൂടുതൽ? കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, പവർ ഗെയിൻ എല്ലാം കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് എന്തായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഓർത്ത് വയ്ക്കാം. സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വയ്ക്കാം. പിന്നെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ബാക്കി രണ്ട് കോൺഫിഗറേഷനകത്തും ഇൻ ഫേസിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷേ കോമൺ എമിറ്റർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഒരു പോയിന്റും ഓർത്ത് വയ്ക്കാം. നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒരു DC ലോഡ് ലൈൻ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ പറ്റി നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് അല്ലെ. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും എമിറ്റർ ടെർമിനലാണ് കോമൺ ആയിട്ടുള്ളത്. 3 ടെർമിനലുണ്ട്. ഈ എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് VCC എന്ന് പറയുന്നതായിരിക്കും വരിക നമ്മളെ വോൾട്ടേജ് ആണ് അല്ലെ. ഇൻപുട്ട് വോൾട്ടേജ് ആണ് VCC എന്ന് പറയുന്നത്. സോറി, ഇൻപുട്ട് വോൾട്ടേജ് അല്ല, നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ എമിറ്ററിനും ബേസിനും ക്രോസ് ആയിട്ടുള്ള ആണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ബയാസിംഗ് വോൾട്ടേജ് VCC ആണ്. ഈ VCC എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് VCC is equal to എങ്ങനെ ആയിരിക്കും വരിക? ടോട്ടൽ വോൾട്ടേജ് അല്ലെ is equal to IC into RC അല്ലെ. ഈ RC എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ട് വരുന്ന ഡ്രോപ്പ് IC into RC പ്ലസ് VCE നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. VCC ദാറ്റ് മീൻസ് ഇത് നമ്മൾ ഇൻപുട്ട് സപ്ലൈ ആയിട്ട് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ആണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ VCC എന്ന് പറയുന്നത് അല്ലെ. ഓൺലി ഇത് VCC എന്ന് പറയുന്ന DC സോഴ്സ് ആയിരിക്കും അല്ലെ. നമ്മൾ പഠിക്കും ട്രാൻസിസ്റ്ററിന്റെ ബയാസിംഗ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ വേണ്ടിയുള്ള ഒരു ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഇറ്റ് ഷുഡ് ഹാവ് പ്രോപ്പർ സീറോ സിഗ്നൽ വിതൗട്ട് ഗിവിംഗ് ഇൻപുട്ട് ഓൺലി DC സോഴ്സ് അവൈലബിൾ. ഇവിടെ നമ്മൾ DC സോഴ്സ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ, ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നില്ല. VCC എന്ന് പറഞ്ഞാൽ DC സോഴ്സ് ആണെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. ബാക്കി നമ്മൾ ബയാസിംഗ് പോയിന്റ് നമ്മൾ പഠിക്കും. അപ്പോൾ VCC നമുക്ക് പറയാൻ പറ്റും എന്താ IC എന്ന് പറഞ്ഞാൽ കളക്ടർ കറന്റ് ആണ്. IC into RC പ്ലസ് VCE നമുക്ക് പറയാൻ പറ്റും. therefore നമുക്ക് ഇങ്ങനെ നോക്കിയും ഇവിടെ നമുക്ക് ഇത് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും വരിക? ഔട്ട്പുട്ട് കറണ്ട് IC-യും അല്ലെ. കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് കറണ്ട് ആരാണ്? IC-യും അല്ലെ. IC-യും ഔട്ട്പുട്ട് വോൾട്ടേജ് VCE-യും തമ്മിൽ വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി DC ലോഡ് ലൈൻ വരയ്ക്കണമെങ്കിൽ DC ലോഡ് ലൈനിന്റെ കോർഡിനേറ്റ്സ് വേണം അല്ലെ. കോർഡിനേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? when VCE is equal to ഈ ഇക്വേഷൻ നമ്പർ 1 VCE is equal to 0 കൊടുത്തേ. when VCE is equal to 0 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? VCC is equal to IC into RC എന്ന് കിട്ടും അല്ലെ. അപ്പൊ അതിന് നമുക്ക് IC നമുക്ക് എന്താ എഴുതാൻ പറ്റും? IC is equal to VCC by RC. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നത്. ഈ പോയിന്റ് എന്ന് പറഞ്ഞ വാല്യൂ എത്രയായിരിക്കും വരിക? VCC by RC. കാര്യം എന്താ? അവിടെ VCE 0 ആണ്. VCE X ആക്സിൽ കിടക്കാണ്. നമുക്ക് Y ആക്സിലുള്ള പോയിന്റ് കിട്ടി അല്ലെ. ഇനി എന്തായിരിക്കും? X ആക്സിലെ പോയിന്റ് ഇട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? അവിടെ IC-യുടെ വില 0 അല്ലേ. അപ്പൊ again put IC is equal to 0 in equation number 1. ഇക്വേഷൻ 1 IC is equal to 0 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? VCC is equal to IC/RC എന്ന് പറയുമ്പോഴത്തേക്ക് IC 0 ആകുമ്പോൾ 0 പ്ലസ് VCE. അപ്പൊ VCE is equal to നമുക്ക് എന്ത് കിട്ടും? VCC is equal to VCE. അപ്പൊ ഈ പോയിന്റ് നമുക്ക് കിട്ടി. എന്തായിരിക്കും വരിക? ദിസ് പോയിന്റ് is VCC എന്ന് കിട്ടി. VCC. അങ്ങനെ ഇതാണ് നമ്മളുടെ ലോഡ് ലൈൻ്റെ ഈ VCC by RC-യും VCC-യും തമ്മിൽ എന്തായിരിക്കും ഇന്റർസെക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈനിനെ നമ്മൾ എന്ത് പറയുന്നത്? DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കോർഡിനേറ്റ്സ് ആരൊക്കെ തമ്മിലാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. VCC by RC-യും VCC ആണ് അല്ലെ. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വരയ്ക്കുന്നത് എന്തായിരിക്കും? നമ്മള് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്താണ് ഇനിയിപ്പോ ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിന് നമ്മൾക്ക് എന്താ വേണം? അല്ലെങ്കിൽ നമുക്കൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ട്രാൻസിസ്റ്റർ നമ്മൾ കോമൺ എമിറ്ററോ കോമൺ ബേസിനോ കോമൺ കളക്ടറോ കോൺഫിഗറേഷൻ നമ്മൾ കണക്ട് ചെയ്യുന്നതിനായിരിക്കും വരിക ഫോർ ദ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ അല്ലെ. പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ എന്തായിരിക്കും? ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ സിഗ്നൽ അല്ലെ. ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ സിഗ്നൽ സ്ട്രെങ്ത് ഈസ് കാൾഡ് ആംപ്ലിഫിക്കേഷൻ. അപ്പൊ നമുക്ക്
നമ്മൾ ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിന്റെ അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഇൻപുട്ടിന്റെ വേവ് ഷേപ്പിൽ അതേ വേവ് ഫോമിൽ തന്നെ ആയിരിക്കണം എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് വിത്ത് സിഗ്നലിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആവണം അല്ലെ, യാതൊരു ഡിസ്റ്റോർഷനും ഉണ്ടാവാൻ പാടില്ല. അതിപ്പോ ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ എന്താണ് ഈ ഒരു ലോഡ് ലൈനെ പറ്റി പറഞ്ഞു നോക്കാം. എന്തായിരിക്കും? when a line is drawn with joining the saturation and cutoff point, such a line is called load line അല്ലെ. ഈ VCC/RC എന്ന് പറയുന്ന സാച്ചുറേഷൻ പോയിന്റ് ആണ്. VCC എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കട്ട് ഓഫിലുള്ള പോയിന്റ് ആണ്. ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ഇതായിരിക്കും ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ലൈനാണ് നമ്മൾ DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എനി പോയിന്റ് ദ ട്രാൻസിസ്റ്റർ ഈസ് ഓപ്പറേറ്റിംഗ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, എനി പോയിന്റ് operating point is nothing but any point the transistor is operating. Any point the transistor operates in ഏതൊരു പോയിന്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ആൾസോ കാൾഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്യൂ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി ഇതിനകത്ത് ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കാനുണ്ടോ? ഇതാണ് നമ്മളെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ക്യൂ പോയിന്റ് നമുക്ക് ഈ DC ലോഡ് ലൈനിന്റെ ഏതൊരു പാർട്ടിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ലോഡ് ലൈനിൽ ഏതൊരു പോയിന്റിൽ വേണമെങ്കിൽ നമുക്ക് ക്യൂ പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്യൂ പോയിന്റ് ഒരിക്കലും ഡിസ്റ്റർബ് ആവാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 3 റീജിയൻ ഉണ്ട്. സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്, ആക്റ്റീവ് റീജിയൻ ഉണ്ട്, കട്ട് ഓഫ് റീജിയൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും വരിക? ഈ റീജിയൻ നമ്മൾ സാച്ചുറേഷൻ റീജിയൻ ആണ് അല്ലെ. സാച്ചുറേഷൻ റീജിയൻ, ദിസ് കട്ട് ഓഫ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ആക്റ്റീവ് റീജിയൻ. അപ്പോൾ ഈ 3 റീജിയണിലും നമ്മൾ ഈ ക്യൂ പോയിന്റ് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക നമുക്ക് കാര്യം നമുക്ക് നോക്കാം. നോക്കിയേ, ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇൻപുട്ട് ആണെങ്കിൽ ഈ ഇൻപുട്ട് വേവ് ഫോം ഈ രൂപത്തിലാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഈ ക്യൂ പോയിന്റ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് എവിടെ ആയിരിക്കും വരിക? ക്യൂ പോയിന്റ് ഈസ് ഇൻ ദ ആക്റ്റീവ് റീജിയൻ അല്ലെ. ഇവിടെ ക്യൂ പോയിന്റ് ഈസ് ഇൻ ദ ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇൻപുട്ട് കൊടുത്തു, ഇൻപുട്ടിന്റെ എന്തായിരിക്കും ഔട്ട്പുട്ട് വേവ് ഫോം എനിക്ക് ഇൻപുട്ട് വേവ് ഫോമിന്റെ അതേ ഷേപ്പിൽ തന്നെ എനിക്ക് കിട്ടി, വിത്ത് ആംപ്ലിഫിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ക്യൂ പോയിന്റ് ആക്റ്റീവ് റീജിയൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക? നമുക്ക് ഒരു ഡിസ്റ്റോർഷൻ ഒന്നും സംഭവിക്കുന്നില്ല. പകരം ഈ ക്യൂ പോയിന്റ് കൊണ്ടുവന്നിട്ട് ഈ ക്യൂ പോയിന്റ് ഞാൻ ഇവിടെ ഈ രണ്ടാമത്തെ കേസിൽ ഈ ക്യൂ പോയിന്റ് കൊണ്ടുവന്നിട്ട് ഞാൻ ആക്റ്റീവ് റീജിയനിൽ മാറ്റി കുറച്ചുകൂടെ സാച്ചുറേഷൻ റീജിയനിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് കിട്ടുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇഫ് ക്യൂ പോയിന്റ് ഇസ് നിയർ ടു ദ മാക്സിമം കറണ്ട് അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിന്റ് എന്തായിരിക്കും വരിക? then the positive half signal will have a distortion. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ഹാഫ് സിഗ്നൽ എന്താ സംഭവിക്കും? ഡിസ്റ്റോർഷൻ സംഭവിക്കും. സോ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂ പോയിന്റ് സാച്ചുറേഷൻ റീജിയനിലാണെങ്കിൽ പോസിറ്റീവ് സിഗ്നൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുകയും, അടുത്ത് നോക്കിയേ ഈ ക്യൂ പോയിന്റ് എന്നുള്ളത് മൂന്നാമത്തെ കേസിൽ ഞാൻ പറയുന്ന ഈ ക്യൂ പോയിന്റ് കട്ട് ഓഫ് റീജിയൻ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? then the negative half cycle have a distortion. അപ്പോ ഈ ക്യൂ പോയിന്റ് എന്ന് പറയുന്ന പോസിറ്റീവ് ഈ ക്യൂ പോയിന്റ് എന്ന് പറയുന്ന സാച്ചുറേഷൻ റീജിയൻ ആണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സിഗ്നലിന് എന്തായിരിക്കും വരിക? ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്. ക്യൂ പോയിന്റ് കട്ട് ഓഫ് റീജിയൻ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നെഗറ്റീവ് ഹാഫിന് എന്ത് ചെയ്ത ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആക്റ്റീവ് റീജിയൻ നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് നമുക്ക് പോസിറ്റീവിലും നെഗറ്റീവിലും ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ല. എന്തായിരിക്കും? സെയിം ഷേപ്പിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ ക്യൂ പോയിന്റ് ഒരു ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ക്യൂ പോയിന്റ് എന്ന് പറയുന്ന ആക്റ്റീവ് റീജിയനിൽ വേണം സെറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ക്യൂ പോയിന്റ് ആക്റ്റീവ് റീജിയനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വി വിൽ ഗെറ്റ് ദ ഡിസ്റ്റോർഷൻ ഫ്രീ ഔട്ട്പുട്ട് എന്ന് പറയും. അപ്പം ഈ ക്യൂ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഹൗ യു ആർ ഗോയിങ് ടു സെറ്റ് എ ക്യൂ പോയിന്റ്? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ ബയാസിംഗ്, ദ പ്രോസസ് ഓഫ് ഫിക്സിംഗ് ഓഫ് ക്യൂ പോയിന്റ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ ബയാസിംഗ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു the process of the increasing the signal strength without changing the shape, അതിനാണ് നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്യൂ പോയിന്റ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ പറയണമെങ്കിൽ ക്യൂ പോയിന്റ് എവിടെ ആയിരിക്കും വെക്കുക? ക്യൂ പോയിന്റ് ഷുഡ് ബി ഫിക്സഡ് ആയിട്ട് ദ ആക്റ്റീവ് റീജിയൻ അല്ലെ. ആക്റ്റീവ് റീജിയനിലും ആണെങ്കിൽ ക്യൂ പോയിന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊരു ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ, പോസിറ്റീവും നെഗറ്റീവിനും ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നടക്കത്തുള്ളൂ എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു. അടുത്തതായിരിക്കും കണ്ടീഷൻ ഫോർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ പറയുമ്പോഴത്തേക്ക് എന്താ? 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫോർ ഗെറ്റിംഗ് ദ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറന്റ്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്. അപ്പൊ നമ്മൾ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് മീൻസ് എന്തായിരിക്കും? നമ്മൾ ഈ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്നില്ല. വിത്തൗട്ട് ഇൻപുട്ട് നമ്മൾ ആര് മാത്രമേ കൊടുക്കുന്നുള്ളൂ? VCC എന്ന് പറയുന്ന
DC സപ്ലൈ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ എന്താ ദ കളക്ടർ കറന്റ് ഷുഡ് ബി 0. ദാറ്റ് മീൻസ് വിത്തൗട്ട് ഇൻപുട്ട് അല്ലെ. അപ്പൊ ദാറ്റ് ഇസ് പ്രോപ്പർ 0 സിഗ്നൽ കളക്ടർ കറന്റ്. അടുത്തായിരിക്കും വരിക നമുക്കറിയാം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ് അല്ലെ. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം അല്ലെ. അങ്ങനെയാണല്ലോ ആക്റ്റീവ് റീജിയണൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. കളക്ടർ ബേസ് ജംഗ്ഷൻ എന്തായിരിക്കണം വരിക? ഷുഡ് ബി റിവേഴ്സ് ബയാസ്ഡ്. അതായത് ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്തായിരിക്കും വരിക? വിത്തൗട്ട് പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്, പ്രോപ്പർ ബേസ് എമിറ്റർ വോൾട്ടേജ് അല്ലെ. ഇൻപുട്ട് എന്തായിരിക്കും വരിക? ഇത് പ്രോപ്പർ കളക്ടർ ബേസ് അല്ല, കളക്ടർ എമിറ്റർ ആണ് അല്ലെ. നോക്കിയാൽ നമ്മൾ എങ്ങനെ ആയിരിക്കും വരിക? നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇതായിരിക്കും ഇത് ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ് അല്ലെ. ഇൻപുട്ട് ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ്. ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് ഷുഡ് ബി മിനിമം വാല്യൂ അല്ലെ. that is equal to കളക്ടർ എമിറ്റർ. ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ കളക്ടർ എമിറ്ററിലാണ് നമ്മൾ എടുക്കുന്നത്. therefore that is minimum CE വോൾട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറയും. നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോയിൽ ഞാനത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം? പ്രോപ്പർ ബേസ് എമിറ്റർ വോൾട്ടേജ് ആൻഡ് മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ്. സോ അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സെയിം എന്തായിരിക്കും? പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ വിൽ ഇൻക്രീസ് വിതൗട്ട് ചേഞ്ച് ഇൻ ദ ഷേപ്പ് എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെ ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ഇപ്പം ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആക്റ്റീവ് റീജിയനിൽ ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ I already fixed this Q point in the active region. But നമ്മൾ ഈ ക്യൂ പോയിന്റ് ഞാൻ ആക്റ്റീവ് റീജിയനിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? വിത്തൗട്ട് ഡിസ്റ്റോർഷൻ ഫ്രീ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലെ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? നമുക്ക് IC എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? കളക്ടർ കറണ്ട് IC is equal to ഇക്വേഷൻ ഉണ്ട്. എന്തായിരിക്കും വരിക? ബീറ്റ ടൈംസ് IB അല്ലെ പ്ലസ് ബീറ്റ ടൈംസ് IB പ്ലസ് എന്തായിരിക്കും? ICBO നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ബീറ്റ പ്ലസ് 1 into ICBO നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ഇക്വേഷൻ ആണ്, ഓർത്ത് വയ്ക്കുക. ICBO into ബീറ്റ പ്ലസ് 1 രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ബീറ്റ ടൈംസ് IB പ്ലസ് ബീറ്റ പ്ലസ് 1 into ICBO എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ICBO എന്ന് പറയുന്നത് ആയിരിക്കും റിവേഴ്സ് സാച്ചുറേഷൻ ലീക്കേജ് കാരണമാണ് ICBO എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ ഇപ്പൊ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ആണ് അല്ലെ. അപ്പോഴത്തേക്ക് നോക്കി ഈ ടെമ്പറേച്ചർ ഇൻക്രീസസ് അല്ലെ. എന്താ സംഭവിക്കുക? നമ്മൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടായ ICBO എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും അല്ലെ. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ICBO എന്തായിരിക്കും? ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ICBO കൂടും. ICBO കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? IC എന്ന് പറയുന്ന കളക്ടർ കറണ്ട് കൂടും അല്ലെ. കളക്ടർ കറണ്ട് കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് പോയിന്റ് മൂവ്സ്. ദാറ്റ് മീൻസ് ഈ ഒരു കൺസെപ്റ്റ് ആണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ICBO കൂടും. ICBO കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും? കളക്ടർ കറണ്ട് കൂടും. സോ വൺസ് ഈ കളക്ടർ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഈ കളക്ടർ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഓപ്പറേറ്റിംഗ് കറണ്ട് ഈ എന്തായിരിക്കും വരിക? ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് വിൽ സ്റ്റാർട്ട് ടു മൂവ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പ്രോപ്പർ ആയിട്ട് ആംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ഇവൻ എവിടെ തന്നെ ഇരിക്കണം? നമ്മുടെ ആക്റ്റീവ് റീജിയനിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഈ ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് എന്താ? ദിസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈസ് ഗോയിങ് ടു സ്വിംഗ് അല്ലെ. അവിടുന്ന് ഇതായിരിക്കും ഒന്നുകിൽ കട്ട് ഓഫ് റീജിയനിലേക്ക് പോകും അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകും. അപ്പൊ നമുക്കറിയാൻ പറ്റും നമുക്ക് ഈ കട്ട് ഓഫ് റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ടിൽ നമുക്ക് എന്തുണ്ടാവും? ഡിസ്റ്റോർഷൻ നമുക്കുണ്ടാവും. ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ അവിടെ നടക്കത്തില്ല. സോ ഇതിനെയാണ് അപ്പൊ ഈ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് എന്താ വേണം? ഇപ്പൊ ട്രാൻസിസ്റ്ററിനെ നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് മാത്രമല്ല നമ്മളുടെ കാര്യം. വി ഷുഡ് എൻഷുർ ദാറ്റ് ദ ക്യൂ പോയിന്റ് ഷുഡ് ബി സ്റ്റേബിൾ ആയിരിക്കണം. ക്യൂ പോയിന്റ് ഷുഡ് ബി സ്റ്റേബിൾ. We should ensure that the Q point is stable. അങ്ങനെ ക്യൂ പോയിന്റ് നമ്മൾ സ്റ്റേബിൾ ആക്കുന്നതിനാണ് പറയുന്നത് സ്റ്റെബിലൈസേഷൻ എന്നാണ് പറയുന്നത്. So the process of maintaining the Q point stable is called stabilization. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. അപ്പൊ നമ്മൾ നോക്കിയേ അപ്പോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ICBO ടെമ്പറേച്ചർ കൂടി, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടി, IC കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് എന്തായിരിക്കും? പവർ ടെമ്പറേച്ചർ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഔട്ട്പുട്ട് പവർ VCE into IC അല്ലെ. പവർ എന്തായിരിക്കും വരിക? ദിസ് പവർ ആൾസോ ഇൻക്രീസസ് അല്ലെ. പവർ ഡിസിപ്പേഷൻ ആൾസോ ഇൻക്രീസസ്. therefore
പവർ ഡിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വീണ്ടും ടെമ്പറേച്ചർ കൂടും, അതിന്റെ ഫലമായിട്ട് എന്തായും ഇത് കത്തിപ്പോകും, അല്ലെങ്കിൽ തെർമൽ റണ്ണവേക്ക് വിധേയമാകും ഈ ട്രാൻസിസ്റ്റർ. സോ ഇതായിരിക്കും നമുക്ക് എന്താ സംഭവിക്കുന്നത് ഈ ട്രാൻസിസ്റ്ററിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത്ര മനസ്സിലാക്കുക, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടും. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, നമ്മൾ ഇക്വേഷൻ നമ്പർ എ വെച്ചിട്ട് അല്ലെ, ഇക്വേഷൻ നമ്പർ 1 വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഐ സി കൂടും. ഐ സി കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഓപ്പറേറ്റിംഗ് പോയിന്റ് ചേഞ്ച് ആവും. ഐ സി കൂടുന്നതിന്റെ ഫലമായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്, ഓപ്പറേറ്റിംഗ് പോയിന്റ് മൂവ്മെന്റ് സംഭവിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, പവർ ഡിസിപ്പേഷൻ. കാര്യം എന്തായിരിക്കും, നമുക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പറയുമ്പോഴത്തേക്ക് കളക്ടർ ദി എമിറ്റർ അല്ലെ. അപ്പൊ എന്തായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ആണ്, വി സി ഇൻറ്റു ഐ സി. വോൾട്ടേജ് ഒരു കറണ്ട് അല്ലേ, പവർ എന്ന് പറയുന്നത്. അപ്പം ഐ സി കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് പവർ ഡെസിപ്പേഷൻ കൂടും. പവർ ഡെസിപ്പേഷൻ കൂടുമ്പോഴത്തേക്ക് എന്താ വീണ്ടും ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുന്ന വഴി ട്രാൻസിസ്റ്റർ will thermal run away അല്ലെങ്കിൽ will subjected to thermal run away. That means എന്ത് ചെയ്യും, it will burn. സോ ഇത് നമുക്ക് സംഭവിക്കാൻ പാടില്ല. സോ ഇതിന് നമ്മൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ ബയാസ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ബയാസിംഗ് ഉണ്ട്. ആ ബയാസിങ്ങിന്റെ പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല, പക്ഷെ അതിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റെബിലിറ്റി ഫാക്ടറിനെ പറ്റിയിട്ടാണ്. സ്റ്റെബിലിറ്റി ഫാക്ടർ എന്തായിരിക്കും പറ്റുക, സ്റ്റെബിലിറ്റി ഫാക്ടർ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, നോക്കാം. ഐ സി ഇസ് ഈക്വൽ ടു, നമുക്കറിയാം കളക്ടർ കണ്ട ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ഐ ബി പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ബി ഒ അല്ലെ, ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ബി ഒ നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻ. ഇത് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഐ സി. ഐ സി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഐ സി. വിത്ത് റെസ്പെക്ട് ഐ സി പഠിക്കുന്നത് ഡി ഐ സി ബൈ ഐ സി എന്ന് പറയുമ്പോഴത്തേക്ക് 1 ആണ് അല്ലെ. 1 ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു അല്ലെ ഡോ ഐ ബി ഡിവൈഡഡ് ബൈ ഡോ ഐ സി. ഡിഫറൻഷിയേറ്റ് ചെയ്തല്ലോ, ഡോ ബീറ്റ ഐ ബി വിത്ത് റെസ്പെക്ട് ഐ സി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും വരിക, പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഡോ ഐ സി ബി ഒ ഡിവൈഡഡ് ബൈ ഡോ ഐ സി നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കിയേ, therefore that is equal to 1 minus beta into ഡോ ഐ ബി ബൈ ഡോ ഐ സി is equal to അല്ലെ, is equal to എന്തായിരിക്കും പറ്റും, ബീറ്റ പ്ലസ് 1 ഇൻറ്റു is equal to ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഡോ ഐ സി ബി ഒ ബൈ ഡോ ഐ സി നമുക്ക് എഴുതാൻ പറ്റും അല്ലെ, ഡോ ഐ സി. therefore stability factor S is equal to stability factor S is equal to എന്തായിരിക്കും, ഡോ ഐ സി ഡിവൈഡ് ബൈ ഡോ ഐ സി ബി ഒ, ഡോ ഐ സി ഡിവൈഡ് ബൈ ഡോ ഐ സി ബി ഒ is equal to എന്തായിരിക്കും വരിക, is equal to 1 plus beta അല്ലെ, is equal to നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് is equal to ഡോ ഐ സി ഡിവൈഡ് ബൈ ഡോ ഐ സി ഒ ആണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ, ഡോ ഐ സി ഡിവൈഡ് ബൈ ഡോ ഐ സി ഒ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും, നമുക്ക് കുറച്ച് കാര്യമായിട്ട് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും വരിക, ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഡോ ഐ സി ബി ഒ ഡിവൈഡ് ബൈ ഡോ ഐ സി ഇസ് ഈക്വൽ ടു 1 മൈനസ്, ഞാനത് തിരിച്ചിട്ടു അല്ലെ, 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡോ ഐ ബി ഡിവൈഡ് ബൈ ഡോ ഐ സി എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലെ. therefore നമുക്ക് എന്താ, നമുക്ക് ഡോ ഐ സി ഡിവൈഡ് ബൈ ഡോ ഐ സി ബി ഒ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് റെസിപ്രോക്കലാണ് വേണ്ടത് അല്ലെ. therefore എങ്ങനെ എഴുതാൻ പറ്റും, therefore stability factor S is equal to ഡോ ഐ സി ഡിവൈഡ് ബൈ ഡോ ഐ സി ബി ഒ is equal to രണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം, ഡോ ഐ സി ഡിവൈഡ് ബൈ, ഞാൻ ഒറ്റ സ്റ്റെപ്പാണ് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ആയിരിക്കും വരിക, is equal to എങ്ങനെ ആയിരിക്കും വരിക, it is equal to 1 plus beta അല്ലെ, 1 plus beta divided by 1 plus beta divided by 1 plus beta divided by 1 minus beta into ഡോ ഐ ബി ഡിവൈഡ് ബൈ ഡോ ഐ സി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾ ജസ്റ്റിനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ചെയ്യുമ്പോഴത്തേക്ക് 1 മൈനസ് ബീറ്റ ഡോ ഐ ബി ബൈ ഡോ ഐ സി ഇൻറ്റു ഡോ ഐ സി കിട്ടും. അപ്പൊ അതിനകത്ത് ഡോ ഐ സി ബൈ ഡോ ഐ സി ബി ആണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും വരിക, സ്റ്റെബിലിറ്റി ഫാക്ടർ ഇക്വേഷൻ ഓർത്തോഗണൽ ഇക്വേഷൻ ആണ്. സ്റ്റെബിലിറ്റി ഫാക്ടർ ഇക്വേഷൻ S is equal to ഡോ ഐ സി ഡിവൈഡ് ബൈ ഡോ ഐ ബി ഒ, അല്ലെങ്കിൽ അത് ഓർത്ത് വെച്ചില്ലെങ്കിലും വേണ്ടില്ല, S is equal to 1 plus beta divided by 1 minus beta into ഡോ ഐ ബി ബൈ ഡോ ഐ സി. ഇത് ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻസ് is a stability factor എന്ന് പറയും, S എന്ന് പറയുന്നത്. 1 plus beta divided by 1 minus beta into ഡോ ഐ ബി ബൈ ഡോ ഐ സി എന്ന് നമുക്ക് എടുക്കാൻ പറ്റും.
നമ്മൾ ഇതിനെ വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇനി പല പല ബയാസിംഗിലേക്ക് നമ്മൾ നോക്കിയ ശേഷം അതിനകത്ത് എന്ത് ചെയ്യാണ്, സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാം ഫിക്സഡ് ബയാസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു കാര്യം നോക്കാം. നമ്മൾ ഫിക്സഡ് ബയാസിന്റെ സർക്യൂട്ട് ഇതാണ്. ഫിക്സഡ് ബയാസിന്റെ സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അതിന്റെ റെസിസ്റ്റൻസ്, ബേസ് റെസിസ്റ്റൻസ് ആർ ബി ആണ്. ബേസ് റെസിസ്റ്റൻസ് ആർ ബി ആണ്. ബേസ് കറണ്ട് ഐ ബി ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് ഐ ബി. എന്തായിരിക്കും വരിക, ഇത് ബേസ് ആണ്, ഇതെന്തായിരിക്കും, ഇത് എമിറ്റർ ആണ്, ഇത് കളക്ടർ ടെർമിനൽ. എന്തായിരിക്കും വരിക, ബേസിന് എമിറ്ററിന്റെ ക്രോസ് വരുന്ന വോൾട്ടേജ് ബി ബി ഇ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, KVL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് എഴുതാൻ പറ്റും, ടോട്ടൽ വോൾട്ടേജ് അല്ലെ, BCC ഈസ് ഈക്വൽ ടു എഴുതാമല്ലോ, ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു IB ഇൻറ്റു RB. ഇൻപുട്ട് സൈഡിൽ ഞാൻ KVL അപ്ലൈ ചെയ്യാണ് അല്ലെ, IB ഇൻറ്റു RB പ്ലസ് VB എന്ന് എഴുതാൻ പറ്റും അല്ലെ. ദാറ്റ് ഈസ് ടോട്ടൽ വോൾട്ടേജ് BCC ഈസ് ഈക്വൽ ടു IB ഇൻറ്റു RB. IB ആണ് ഇതിലൊക്കെ പോകുന്ന കറണ്ട്, RB എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ബേസ് റെസിസ്റ്റൻസ് ആണ്, പിന്നെ എന്തായിരിക്കും VBE, ബേസ് എമിറ്റർ വോൾട്ടേജ് പ്ലസ് VBE നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പോൾ BCC ഈസ് ഈക്വൽ ടു IB ഇൻറ്റു RB പ്ലസ് VBE. IB എന്താ കണ്ടുപിടിക്കുക, IB കണ്ടുപിടിച്ച് നോക്കിയത്, therefore IB is equal to എന്തായിരിക്കും വരിക, BCC മൈനസ് VBE ഡിവൈഡഡ് ബൈ RB എന്ന് എഴുതാൻ പറ്റുമല്ലോ, ഡിവൈഡ് ബൈ RB. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, ഡോ IB ബൈ ഡോ IC ആണ് അല്ലെ. നമുക്ക് നമ്മളെ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ, സ്റ്റെബിലിറ്റി ഫാക്ടർ നമുക്ക് നമ്മൾ മുന്നേ പഠിച്ചു വെച്ചു, സ്റ്റെബിലിറ്റി ഫാക്ടർ S is equal to 1 plus beta divided by 1 minus beta into ഡോ IB divided by ഡോ IC. അതാണ് നമ്മളെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ഡോ IB ബൈ ഡോ IC കണ്ടുപിടിക്കാൻ തോന്നുന്നത് എന്തായിരിക്കും വരിക, ഡോ IB ബൈ ഡോ IC. കാര്യം എന്താ, ഐസിയുടെ ടേം ഒന്നും ഇവിടെ ഇല്ല, ഇത് കോൺസ്റ്റന്റ് ആണ്. therefore this is equal to 0. ഡോ IB ബൈ ഡോ IC is equal to 0. therefore stability factor S is equal to എന്ത് പറയാൻ പറ്റും, ബീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ഡോ IB ബൈ ഡോ ICയുടെ വാല്യൂ എത്രയായിരിക്കും, 0 വരും. therefore S is equal to ബീറ്റ പ്ലസ് 1 എന്ന് പറയാൻ പറ്റും. ഈ ബീറ്റ പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, S is equal to ബീറ്റ പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ബീറ്റ പ്ലസ് 1 റൈസ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ഓർത്ത് വയ്ക്കുക, സ്റ്റെബിലിറ്റി എന്താവും, സ്റ്റെബിലിറ്റി ഡിക്രീസ് ആവും. അപ്പോൾ ഈ ബീറ്റ പ്ലസ് 1 ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി എന്തായിരിക്കും വരിക, ഡിക്രീസ് ആവുമെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫിക്സഡ് ബയാസിംഗ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും വരിക, സ്റ്റെബിലിറ്റി എന്തായിരിക്കും, ഒന്നാമത്തെ പോയിന്റ് പുവർ സ്റ്റെബിലിറ്റി ആയിരിക്കും, പുവർ സ്റ്റെബിലിറ്റി ആണ്. ആ സ്റ്റെബിലിറ്റിയുടെ വാല്യൂ എത്ര ആയിരിക്കും വരിക, സ്റ്റെബിലിറ്റി വാല്യൂ S is equal to ബീറ്റ പ്ലസ് 1 ആണ് അല്ലെ, S is equal to ബീറ്റ പ്ലസ് 1 ആണ്. അപ്പൊ നമ്മൾ നോക്കിയേ, അപ്പൊ ഇപ്പം സ്റ്റെബിലിറ്റിയുടെ വാല്യൂ ബീറ്റ പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും, ബീറ്റ പ്ലസ് 1ന്റെ വാല്യൂ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇൻക്രീസ് ആവുകയാണ് അല്ലെ. സ്റ്റെബിലിറ്റി ഫാക്ടർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക, സ്റ്റെബിലിറ്റി കുറയും. മൂന്നാമത്തെ പോയിന്റ്, ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇൻക്രീസസ് അല്ലെ, SF ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും, സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്ത് തിരിഞ്ഞു പോകരുത്. ആ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇൻക്രീസ്, സർക്യൂട്ട് ഈസ് നോട്ട് സ്റ്റേബിൾ, അല്ലെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കും, ഒരു അൺസ്റ്റേബിൾ സർക്യൂട്ട് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക, നമുക്കറിയാം IC is equal to ഇക്വേഷൻ എന്തായിരിക്കും, IC is equal to ബീറ്റ ടൈംസ് IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICBO. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തായിരിക്കും വരിക, ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്തായിരിക്കും, റിവേഴ്സ് ലീക്കേജ് കറണ്ട് ICBO കൂടും. ICBO കൂടുമ്പോഴത്തേക്ക് എന്താ, IC കൂടും. IC കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും, പവർ ഡിസിപ്പേഷൻ അല്ലെ, VCC ഇൻറ്റു IC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിസിപ്പേഷൻ കൂടും. വീണ്ടും കൂടുമ്പോഴത്തേക്ക് വീണ്ടും ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ തെർമൽ റൺഅവേ അല്ലെ. അപ്പോൾ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതിന്റെ സ്റ്റെബിലിറ്റിയുടെ ഫിക്സഡ് ബയാസ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ ഓർത്ത് വയ്ക്കുക, S is equal to ബീറ്റ പ്ലസ് 1 ആണ്, അത് പുവർ സ്റ്റേബിൾ ആണെന്നും ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ പറയുന്ന പോലെ നമ്മൾ ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഫാക്ടർ ഇക്വേഷൻ, 1 plus ബീറ്റ ഡിവൈഡ് ബൈ 1 minus ബീറ്റ ഇൻറ്റു ഡോ IB ബൈ ഡോ IC. സോ ഫിക്സഡ് ബയാസിംഗ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഒരു വാല്യൂ ഉണ്ട്, S is equal to ബീറ്റ പ്ലസ് 1. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിക്സഡ് ബയാസ് കഴിഞ്ഞു. അടുത്ത് നമ്മൾ എമിറ്റർ ബയാസിംഗ് സർക്യൂട്ട് നമ്മൾ നോക്കുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിക്സഡ് ബയാസിന് അതേ സെയിം ഡയഗ്രം തന്നെയാണ്, എക്സെപ്റ്റ് ഇവിടെ നമ്മൾ RE എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കൂടെ നമ്മൾ എമിറ്ററിൽ കണക്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ പോകുന്ന കറണ്ട് IE ആണ്, എന്തായിരിക്കും വരിക, ബേസ് കറണ്ട് IB ആണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുന്നേ അപ്ലൈ ചെയ്ത കണക്ക് ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. therefore BCC is equal to അല്ലെ, BCC equal to എങ്ങനെ പറയാൻ പറ്റും, IB ഇൻറ്റു RB അല്ലെ പ്ലസ് ബേസ് എമിറ്റർ വോൾട്ടേജ് VBE പ്ലസ് VBE അല്ലെ പ്ലസ് VBE, പിന്നെ എന്തായിരിക്കും വരിക, പ്ലസ് എമിറ്റർ ഡ്രോപ്പ് അല്ലെ IE ഇൻറ്റു RE പ്ലസ് IE ഇൻറ്റു RE എഴുതാമല്ലോ നമുക്ക്, പ്ലസ് IE ഇൻറ്റു RE. അപ്പൊ നമ്മൾ നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു IB ഇൻറ്റു RB പ്ലസ് VBE
പ്ലസ് ഐഇക്ക് പകരം എന്തായിരിക്കും വരിക? നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണ് അല്ലെ. ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. ദാറ്റ് ഈസ് ഫോർ ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ ഇ അല്ലെ. ആർ ഇ പ്ലസ് ആർ ഇ is equal to VCC അല്ലെങ്കിൽ മൈനസ് വി സി നമുക്ക് പറയാൻ പറ്റും അല്ലെ. മൈനസ് വി സി സി is equal to 0. നമ്മൾ ഈ വി സി സി നമ്മൾ ഇങ്ങോട്ട് എടുക്കും. മൈനസ് വി സി സി is equal to 0 എഴുതാമല്ലോ. ഞാൻ നോക്കിയതിനകത്ത് ഐ ബി കോമൺ എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? therefore ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ബി ആർ ഇ പ്ലസ് ഐ സി ആർ ഇ മൈനസ് വി സി സി is equal to 0. ഞാൻ ഐ ബി കോമൺ എടുക്കുകയാണെങ്കിൽ ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ അല്ലെ. ആർ ഇ ഈ രണ്ട് ടേമിൽ നിന്ന് ഐ ബി കോമൺ എടുത്തു പ്ലസ് വി ബി ഇ അല്ലെ പ്ലസ് വി ബി ഇ പ്ലസ് ഐ സി ആർ സി മൈനസ് വി സി സി ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലെ. എസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? എസ് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡോ ഐ ബി ബൈ ഡോ ഐ സി ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഐ സി എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? അപ്പൊ ഡോ ഐ ബി ബൈ ഡോ ഐ സി അല്ലെ. ഐ ബി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡോ ഐ ബി ബൈ ഡോ ഐ സി ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ. വി ബി എന്തായിരിക്കും? വി ബി കോൺസ്റ്റന്റ് ആണ്, 0 ആയിരിക്കും. ഐ സി എന്നായിരിക്കും വരിക വിത്ത് റെസ്പെക്ട് ഐ സി ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ആർ ഇ ആയിരിക്കും അല്ലെ. ഐ സി ഇൻറ്റു ആർ ഇ ആണ്, ആർ ഇ വരും അല്ലെ. പ്ലസ് ആർ ഇ വി സി സി എന്തായിരിക്കും വരിക? കോൺസ്റ്റന്റ് ആണ്, അപ്പൊ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ എന്തായിരിക്കും വരിക? therefore ഡോ ഐ ബി ബൈ ഡോ ഐ സി ഈസ് ഈക്വൽ ടു മൈനസ് ആർ ഇ ഡിവൈഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ. ആർ ബി പ്ലസ് ആർ ഇ നമുക്ക് കിട്ടും. അപ്പം സ്റ്റെബിലിറ്റി ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഡോ ഐ ബി ബൈ ഡോ ഐ ബി ഡിവൈഡ് ബൈ ഡോ ഐ സി. ഡോ ഐ ബി ബൈ ഡോ ഐ സിയുടെ വാല്യൂ എന്തായിരിക്കും വരിക? therefore സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡോ ഐ ബി ബൈ ഡോ ഐ സിക്ക് വരുന്ന എടുക്കുക. ഇക്വേഷൻ നമ്പർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? 1 പ്ലസ് അല്ലെ മൈനസ് ആർ ഇയും പ്ലസ് കൊടുത്ത് എന്തായിരിക്കും? മൈനസ് ആർ ഇയും ഇവിടുത്തെ മൈനസ് പ്ലസ് ആവും അല്ലെ. ബീറ്റ ഇൻറ്റു ആർ ഇ ഡിവൈഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ വരും അല്ലെ. ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. വെൻ ആർ ബി വെരി മച്ച് ലെസ് ദാൻ ആർ ഇ, when RB very much less than sorry okay S is equal to beta plus 1 divided by 1 plus beta into RE divided by RB plus RE നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. നമ്മൾ ഇനി ഈ സ്റ്റെബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി പല കണ്ടീഷൻ വെച്ച് നോക്കുകയാണ്. ഫസ്റ്റ് കേസ് ഞാൻ പറയാണ്, when RB വെരി മച്ച് ലെസ് ദാൻ ആർ ഇ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ആർ ബി വെരി മച്ച് ലെസ് ദാൻ ആർ ഇ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആർ ബിയെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ആർ ബി വളരെ ചെറുതാണ്. therefore എസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ബീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ഇ ഡിവൈഡ് ബൈ ആർ ഇ കിട്ടും അല്ലെ. ആർ ഇ ഡിവൈഡ് ബൈ ആർ ഇ. കാര്യം എന്തായിരിക്കും? ആർ ബി വളരെ ചെറുതാണ്, നമ്മൾ എലിമിനേറ്റ് ചെയ്തു. therefore എസ് ഈസ് ഈക്വൽ എന്ന് കിട്ടും. എസ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എസ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഫസ്റ്റ് സ്റ്റെബിലിറ്റിയുടെ ടേം എന്ത് കിട്ടി? എസ് ഈസ് ഈക്വൽ ടു 1 കിട്ടി അല്ലെ. പിന്നെ എന്തായിരിക്കും വരിക? വെൻ ആർ ബി ഗ്രേറ്റർ ദാൻ, സെക്കൻഡ് കേസ്, വെൻ ആർ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ ഇ ആവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എസ് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ആർ ഇ ഡിവൈഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്ന് വരും. ആർ ഇ ഡിവൈഡ് ബൈ ആർ ബി പ്ലസ് ആർ ബി എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആർ ഇ. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ. അപ്പോൾ നമുക്ക് നോക്കിയത് ഈ ഒരു രണ്ട് കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സ്റ്റെബിലിറ്റി ഫാക്ടർ വരുന്നുണ്ട്. എസ് ഈസ് ഈക്വൽ ടു 1 വരുന്നുണ്ട്. എന്തായിരിക്കും വരിക? എസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റയും വരുന്നുണ്ട്. Yes, therefore we have two stability factors. S is equal to 1 and S is equal to 1 അല്ലെ. 1 വരുന്നുണ്ട്. S is equal to 1 പ്ലസ് ബീറ്റയും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 1 പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് 1 പ്ലസ് ബീറ്റ എന്ന് കിട്ടുന്നത്. നമ്മളത് നമ്മുടെ സൊല്യൂഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ 1 പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സ്റ്റെബിലിറ്റി അൺസ്റ്റേബിൾ ആണ്. പക്ഷെ 1 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ആയിട്ട് നോക്കുമ്പോൾ എമിറ്റർ ബയാസിംഗ് സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ദ സ്റ്റെബിലിറ്റി ഈസ് ഇൻക്രീസ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കിയേ, നമുക്ക് ഇനി പറഞ്ഞു നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ഐ ബി പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ബി ഒ ആണ് അല്ലെ.
ബീറ്റ പ്ലസ് വണ്ണിന്റെ ICBO. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ടെമ്പറേച്ചർ ഇൻക്രീസസ് ICBO കൂടും അല്ലെ, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടും. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ആസ് എ റിസൾട്ട് IC ആൾസോ ഇൻക്രീസസ് അല്ലെ. IC ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ എമിറ്റർ സർക്യൂട്ട് നോക്കി ഇവിടെ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ, എമിറ്റർ കറണ്ട് ഉണ്ട് അല്ലെ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? IC കൂടുമ്പോൾ നമുക്കറിയാം I is equal to IB plus IC ആണ് അല്ലെ. IE is equal to IB plus IC ആണ്. അപ്പം IC കൂടുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും സംഭവിക്കുക? IE കൂടുതല്, IE ഇൻക്രീസ് ആവും. IE ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? IERE ഡ്രോപ്പ് എന്തായിരിക്കും? IERE ഡ്രോപ്പ് ഇൻക്രീസ് ആവും. IERE ഡ്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? BE ആൾസോ ഇൻക്രീസസ്. വെൻ BE ഇൻക്രീസസ് നമുക്കറിയാം BBE എന്ന് പറയുന്ന വോൾട്ടേജ് പറയുമ്പോഴത്തേക്ക് എന്താ? BB is equal to VB മൈനസ് VE ആണ്. സോ BE ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? VBE റെഡ്യൂസ് ചെയ്യും അല്ലെ, VBE റെഡ്യൂസ് ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് കളക്ടർ കറണ്ട് റെഡ്യൂസസ്. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? അപ്പൊ കളക്ടർ കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ടെമ്പറേച്ചർ വീണ്ടും ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ പവർ ഡിസിപ്പേഷൻ കുറയും, ടെമ്പറേച്ചർ കുറയും, തെർമൽ റൺവേയിലേക്ക് ട്രാൻസിസ്റ്റർ പോവില്ല. സോ ഇൻ ദിസ് വേ ദ സ്റ്റെബിലിറ്റി ഈസ് ഇൻക്രീസ് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്താണ് കളക്ടർ ടു എമിറ്റർ ബയാസ് സർക്യൂട്ടുകളുടെ കാര്യം ഓർത്ത് വയ്ക്കുക. നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്തൊക്കെയായിരിക്കും സ്റ്റെബിലിറ്റി ഫാക്ടർ? S is equal to ബീറ്റ പ്ലസ് 1 divided by 1 minus beta dou IB by dou AC ആണ്. നമ്മൾ എന്താ ഇൻപുട്ട് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇൻപുട്ട് സെക്ഷനിൽ നമ്മൾ അല്ലെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് അല്ലെ. ഇൻപുട്ട് സെക്ഷനിൽ നമ്മൾ KVL അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഡോ IB by dou IC കിട്ടി. ഡോ IC കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. S is equal to 1 ഉണ്ട്, S is equal to 1 plus beta ഉണ്ട്. S is equal to 1 ആണ് ഹൈലി സ്റ്റേബിൾ എന്ന് പറയുന്നത്, ബീറ്റ പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് അൺസ്റ്റേബിൾ ആയിരിക്കും. ഫസ്റ്റ് ഹൈ മാക്സിമം സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ കിട്ടി, അൺസ്റ്റെബിലിറ്റി കണ്ടീഷൻ കിട്ടി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 1 ആൻഡ് 1 plus beta depending upon the selection of the resistance അല്ലെ. if RB less than RE ആണെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി is equal to 1 കിട്ടും, RB greater than RE ആണെങ്കിൽ സ്റ്റെബിലിറ്റി is equal to ബീറ്റ പ്ലസ് 1 കിട്ടും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതെങ്ങനെയായിരിക്കും കോമ്പൻസേഷൻ സംഭവിക്കുന്നത്? നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ ICBO കൂടും, IC കൂടും. IC കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും? IE is equal to IB plus IC ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എമിറ്റർ കറണ്ട് കൂടും അല്ലെ. എമിറ്റർ കറണ്ട് കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? എമിറ്റർ കറണ്ട് ഇൻക്രീസസ്, IERE ഡ്രോപ്പ് കൂടും. IERE ഡ്രോപ്പ് കൂടുമ്പോഴത്തേക്ക് എന്താ? VE കൂടും അല്ലെ. VE കൂടുമ്പോഴത്തേക്ക് എന്താ? VBE എന്ന് പറയുമ്പോൾ VB മൈനസ് VE ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? VE കൂടുമ്പോഴത്തേക്ക് VBE കുറയും. VBE പറയുമ്പോഴത്തേക്ക് എന്താ? ദാറ്റ് മീൻസ് ഇൻപുട്ട് ഈസ് റെഡ്യൂസ്ഡ് അല്ലെ. കാര്യം ബേസ് എമിറ്ററിനെ ക്രോസ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. VBE കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഔട്ട്പുട്ട് കറണ്ട് ആൾസോ റെഡ്യൂസസ്. ഇൻ ദിസ് വേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സ്റ്റെബിലിറ്റീസ് അറ്റൈൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല, പക്ഷേ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. സോ നമുക്ക് ഈ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫിക്സഡ് ബയാസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ബയാസിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ടു ഫിക്സ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാൻ പറ്റിയ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് നമ്മൾ 2 പോയിന്റ് സർക്യൂട്ട് അല്ല, സോറി ബയാസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഫിക്സഡ് ബയാസ് ആണെങ്കിൽ എന്തായിരിക്കും? സ്റ്റെബിലിറ്റിയുടെ വാല്യൂ S is equal to ബീറ്റ പ്ലസ് 1 ആണ് അല്ലെ. ഇവിടെ എന്താ? ഒരിക്കലും S is equal to 1 ആവില്ല. എമിറ്റർ ബയാസിംഗ് ആകുമ്പോൾ S is equal to 1 ആവും. നമ്മൾ പഠിച്ചു RB less than RE ആകുമ്പോഴത്തേക്ക്, RB greater than RE ആകുമ്പോഴത്തേക്ക് ബീറ്റ പ്ലസ് 1 ആണ്. കളക്ടർ ബേസ് ആകുമ്പോഴത്തേക്ക് RB less than RC, RB greater than RC. നമുക്ക് ഈ ഒരു സ്റ്റെബിലിറ്റി ഫാക്ടർ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. എമിറ്റർ ബയാസിംഗ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. RB less than RE ആദ്യം, RB greater than RE. കളക്ടർ ബയാസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? കളക്ടർ റെസിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. RB less than RC ആൻഡ് RB greater than RC ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ബീറ്റ പ്ലസ് 1 അല്ലെ. സ്റ്റെബിലിറ്റി 1 ആവേണ്ടുള്ള കണ്ടീഷൻ കളക്ടർ ബേസ് ബയാസിംഗ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി 1 ആവാനുള്ള കണ്ടീഷൻ RB less than RC. സ്റ്റെബിലിറ്റി ബീറ്റ പ്ലസ് 1 ആവാനുള്ള കണ്ടീഷൻ RB greater than RC. സോ ഈ ഒരു ടേബിൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 4 ബയാസിംഗ് ഉണ്ട്. 4 ബയാസിംഗിൽ സ്റ്റെബിലിറ്റി 1 ആവാം, ബീറ്റ പ്ലസ് 1 ആവാം. 1 ആവാനുള്ള കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 1 ആവാനുള്ള കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് റോയിൽ പറഞ്ഞിട്ടുണ്ട്. എമിറ്റർ ബേസ് ആണെങ്കിൽ RB less than RE. പിന്നെ എന്തായിരിക്കും വരിക? എമിറ്റർ ബേസ് ആണെങ്കിൽ RB less than RE. പിന്നെ എന്തായിരിക്കും? കളക്ടർ ബേസ് ആണെങ്കിൽ RB less than RC. ഇത് 3 കേസിലും ബേസ് റെസിസ്റ്റൻസിനെ വെച്ചിട്ടായിരിക്കും, ബേസിന്റെ റെസിസ്റ്റൻസിനെ വെച്ചിട്ടായിരിക്കും പറയുന്നൊരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. 3 നോക്കിയേ, RB ആണ്. കളക്ടർ ബേസ് ആകുമ്പോഴത്തേക്ക് കളക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, RCക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി രണ്ടും എന്തായിരിക്കും? എമിറ്റർ ബയാസ് ആകുമ്പോഴത്തേക്ക് RE വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിനെ പറ്റിയിട്ടാണ്. എന്താണ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ട്രാൻസിസ്റ്ററിന്റെ ഒരു സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു സർക്യൂട്ട് ആണെങ്കിൽ ഞാൻ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ് അല്ലെ. ഒരു ഇൻപുട്ട് ഒരു 0.1 വോൾട്ട് ഞാൻ ഇൻപുട്ട് കൊടുക്കുകയാണ്. 0.1 വോൾട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത് ഒരു 5 കിലോ വാട്ട് എന്ന് പറയുന്ന 5 കിലോ ഓം എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക, കളക്ടർ റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഈ കളക്ടറിനെ ക്രോസ് ആയിരിക്കും ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത് അല്ലെ, ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ 0.1 കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു കറണ്ട്, ഒരു 0.1 അനുപാതമായിട്ട് ഒരു കറണ്ട് ഒരു 2 മില്ലി ആംസിന്റെ കൂടെ പോകാന്ന് വിചാരിക്കുക. 2 മില്ലി ആംസിന്റെ കൂടെ പോകാന്ന് വിചാരിക്കുക.
അപ്പോൾ എന്തായിരിക്കും വരിക? നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോഴത്തേക്ക് IC × RC ആയിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആയിരിക്കും വരിക IC എന്ന് പറയുന്നത് IC is equal to 2 milliamps, RC എന്ന് പറയുമ്പോൾ 5 kilo ohm. That is equal to 2 into 5 kilo ohm. 2 milliamps ആണ് അല്ലേ? milliamp. That is equal to നമുക്ക് 10 വോൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ 0.1 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു, 10 വോൾട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore the input signal is amplified അല്ലേ? 0.1 വോൾട്ട് കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് 10 വോൾട്ടേജ് കിട്ടി. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിച്ച് നോക്കിയേ. വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് അല്ലേ? ദാറ്റ് ഈസ് 10 ഡിവൈഡ് ബൈ 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന്. സോ ഈ ഒരു സർക്യൂട്ടിനാണ് നമുക്ക് എന്ത് പറയുന്നത്? നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഇതിനാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷനകത്ത് വോൾട്ടേജ് ഗെയിൻ, പവർ ഗെയിൻ ഒക്കെ കൂടുതലായതുകൊണ്ട് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ആംപ്ലിഫയറിംഗ് സർക്യൂട്ട് ആണ്. ഇവിടെ നമുക്ക് 2 റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ നോക്കിയേ, ഇതിന് 2 പാർട്ടായിട്ടുള്ള ഈ സർക്യൂട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് സർക്യൂട്ട്. ഒന്നാമത്തെ പാർട്ട് ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് സർക്യൂട്ട്. ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് സർക്യൂട്ട് ആരൊക്കെ ആയിരിക്കും വരിക? R1, R2 and RE. R1, R2 and RE. ഇവർ മൂന്നുപേരും കൂടെ ചേരുന്നതായിരിക്കും നമ്മളെ ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് സർക്യൂട്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. വളരെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ്. കാര്യം എന്തായിരിക്കും വരിക? ബയാസിംഗ് ആൻഡ് സ്റ്റെബിലിറ്റി സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമുക്ക് 3 കണ്ടീഷൻ പഠിച്ചു പറഞ്ഞല്ലോ. പ്രോപ്പർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തായിരിക്കും? ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രൊവൈഡ് 0 സിഗ്നൽ കളക്ടർ കറണ്ട് അല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ VCC എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും എന്തുണ്ടാവരുത്? IC എന്ന് പറഞ്ഞ കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യരുത്. അതായത് 0 സിഗ്നൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് കമ്പോണൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ Z1 അല്ലെ, R1, R2, RE ആണ് എന്ത് പറയുന്നത്? നമ്മുടെ ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അടുത്തതായിരിക്കും വരിക രണ്ടാമത് ഇൻപുട്ട് കപ്പാസിറ്റർ അല്ലെ? ഇൻപുട്ട് കപ്പാസിറ്റർ Cin. ഇൻപുട്ട് കപ്പാസിറ്റർ Cin എന്തിനായിരിക്കും വരിക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു പാസ് AC ആൻഡ് ബ്ലോക്ക് DC അല്ലെ? പാസ് AC ആൻഡ് ബ്ലോക്ക് DC. AC കടത്തി വിട്ട് DC ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? AC ഇൻപുട്ട് പാസ് AC ആൻഡ് ബ്ലോക്ക് DC. ഇതിന്റെ കപ്പാസിറ്ററിന്റെ വാല്യൂ എടുത്ത് വയ്ക്കുക. ഇറ്റ്സ് ഇൻ ദ റേഞ്ച് ഓഫ് 10 മൈക്രോഫാരഡ് ആയിരിക്കും ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, അടുത്തതായിരിക്കും വരിക എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ CE. എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ CE. മൂന്നാമത്തത് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ CE. ഇതിന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും 100 മൈക്രോഫാരഡ് ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. This capacity is having a value of range of 100 microfarad. It is used to provide low reactance path to get desired amplification. Provide low reactance path. Provide low reactance path. നമ്മൾ എന്തായിരിക്കും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. Low reactance path to get the desired amplification. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. Desired amplification. അടുത്തതായിരിക്കും വരിക നമുക്ക് നമുക്കിവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ അല്ല, നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫിക്കേഷനിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കും. സോ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. നമുക്ക് 3 സർക്യൂട്ട് ഉണ്ട്. ഒന്ന് ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് സർക്യൂട്ട്, പിന്നെ എന്തായിരിക്കും വരിക ഇൻപുട്ട് കപ്പാസിറ്റർ ആൻഡ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. അപ്പൊ ഈ ഒരു 3 കപ്പാസിറ്ററും ഈ ഒരു 3 കമ്പോണൻസും ആണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മളുടെ ഈ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വരുന്നതെന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ നമുക്ക് നോക്കാം. നമുക്കൊരു ഫേസ് റിവേഴ്സൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്, ഈ ഒരു സിഗ്നലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന എന്തായിരിക്കും വരിക? ഒരു ഫേസ് റിവേഴ്സൽ ആയിരിക്കും. ദാറ്റ് നമുക്ക് പറയാൻ പറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എടുത്തു വയ്ക്കുക. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർത്ത് വയ്ക്കുക. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ഏത് കോൺഫിഗറേഷൻ ആണ്? CE കോൺഫിഗറേഷൻ അല്ലേ? CE ആംപ്ലിഫയർ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ എത്ര ആയിരിക്കും വരിക? 180 ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. സോ തെറ്റിച്ച് കളയരുത്, എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. Therefore നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഇറ്റ് ഈസ് 180 ഡിഗ്രി എന്ന് ഓർത്ത് വയ്ക്കുക.
ഓക്കെ. ഇതിനാണ് നമ്മൾ ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്നത്. സോ ഇതിനാണ് ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് സി ആംപ്ലിഫയർ ഇസ് കാൾഡ് എന്തായിരിക്കും ഫേസ് റിവേഴ്സ്. ഈ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നതിനാണ് നമ്മൾ ഫേസ് റിവേഴ്സൽ എന്ന് നമ്മൾ പറയുന്നത്. ഇസ് കാൾഡ് ഫേസ് റിവേഴ്സൽ. അപ്പോൾ ഫേസ് റിവേഴ്സൽ എന്താണെന്ന് ചോദിച്ചാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സി ആംപ്ലിഫയറിന്റെ ഫേസ് റിവേഴ്സൽ എന്താണെന്ന് വെച്ചാൽ 180 ഡിഗ്രി ആണ് ഓർത്ത് വയ്ക്കുക. അത് എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് സർക്യൂട്ടിൽ നമ്മൾ KVL അപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ ആയിരിക്കും കിട്ടുക? VCC is equal to അല്ലെ, VCC ഇതിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യണം. VCC is equal to ഇങ്ങനെ എഴുതാൻ പറ്റും, ടോട്ടൽ വോൾട്ടേജ് VCC is equal to IC into RC പ്ലസ് VCE നമുക്ക് എഴുതാൻ പറ്റും അല്ലെ, പ്ലസ് VCE. അല്ലെങ്കിൽ VCE is equal to നമുക്ക് എഴുതാൻ പറ്റും ഫ്രം ദിസ് ഇക്വേഷൻ VCE is equal to VCC minus IC into RC അല്ലെ, IC into RC. അപ്പം നമ്മളിപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ നമുക്കറിയാം ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ, വോൾട്ടേജ് കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? വോൾട്ടേജ് പോസിറ്റീവ് അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇൻപുട്ട് വോൾട്ടേജ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇൻപുട്ട് കറണ്ട് IB കൂടും. IB കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം IE is equal to എന്തായിരിക്കും? IB കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇൻപുട്ട് കറണ്ട് കൂടുമ്പോൾ കളക്ടർ കറണ്ട് IC ആൾസോ ഇൻക്രീസസ്. ആ കളക്ടർ കറണ്ട് IC ഇൻക്രീസസ് ആകുമ്പോഴത്തേക്ക് എന്താ? IC RC ഡ്രോപ്പ് എന്ത് ചെയ്യും? ദിസ് ഡ്രോപ്പ് ആൾസോ ഇൻക്രീസസ്. therefore VCE is equal to എന്തായിരിക്കും? VCC മൈനസ് IC RC. ഈ ഡ്രോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോപ്പ് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. as this drop increases എന്തായിരിക്കും വരിക? VCE റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. that means voltage increases when the VCE reduces. ഇനി നമ്മൾ നോക്കിയേ ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? DVCE is equal to എന്തായിരിക്കും വരിക? 0 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് IC into RC. അപ്പൊ നോക്കിയേ, ദാറ്റ് ഈസ് ഈ നെഗറ്റീവ് വന്നുകൊണ്ടാണ് നമുക്ക് ഈ നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ടൈപ്പ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ ഫേസ് റിവേഴ്സൽ. സോ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ ഫേസ് റിവേഴ്സൽ. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും വലിയ ഡീപ്പായിട്ട് നമുക്ക് പോകണ്ട. നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ് ആണ്. എന്തായിരിക്കും? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ സി ആംപ്ലിഫയർ ഈസ് 180 ഡിഗ്രി. ആ പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ തന്നെ രണ്ടാമത്തെ ഒബ്സർവേഷനിലേക്ക് നമുക്ക് പോവാം. എന്തായിരിക്കും വരിക? In the case of CB and CC configuration ആണെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റുക? സോ in CB and CC configuration, എന്തെങ്കിലും ഫേസ് ഷിഫ്റ്റോ അല്ലെങ്കിൽ ഫേസ് റിവേഴ്സൽ ഉണ്ടാവുമോ? ഒന്നും സംഭവിക്കില്ല. കോൺഫിഗറേഷൻ നോ ഫേസ് ഷിഫ്റ്റ് ഇൻ ദ വോൾട്ടേജ്. there is no phase shift in the output voltage. പോയിന്റ് ആണ് the output voltage. അപ്പൊ ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്ന എവിടെ ആയിരിക്കും വരിക? ഓൺലി കോമൺ എമിറ്റർ കോൺഫിഗറേഷനകത്ത് മാത്രമേ ഫേസ് ഷിഫ്റ്റ് സംഭവിക്കത്തുള്ളൂ. അത് ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓൺലി കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ മാത്രമേ ഫേസ് ഷിഫ്റ്റ് ഉള്ളൂ. പക്ഷെ കോമൺ ബേസിലും കോമൺ കളക്ടറിലും എന്തില്ല? ഒരു ഫേസ് ഷിഫ്റ്റും അവിടെ ഇല്ല. അടുത്ത് നോക്കിയേ, ഇനി ഇവിടെ എന്തായിരിക്കും? ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കറണ്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? ഇൻ കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്തായിരിക്കും വരിക? നോ ഫേസ് ഷിഫ്റ്റ് ഇൻ ദ കറണ്ട്. ഈ മൂന്ന് കോൺഫിഗറേഷനകത്തും എന്തില്ല? കറണ്ടിന് ഒരിക്കലും ഫേസ് ഷിഫ്റ്റ് സംഭവിക്കില്ല. നോ ഫേസ് ഷിഫ്റ്റ് ഇൻ ദ കറണ്ട്. സോ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജിന് ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. കോമൺ കളക്ടറിനോ കോമൺ ബേസിനോ ഫേസ് ഷിഫ്റ്റ് സംഭവിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഫേസ് ഷിഫ്റ്റ് സംഭവിക്കത്തില്ല എന്ന് വെച്ചാൽ കോമൺ ബേസ് കോൺഫിഗറേഷനകത്ത് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഈ രൂപത്തിലാണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. കോമൺ കളക്ടർ ആണെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ രൂപത്തിലാണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും വരിക. പക്ഷേ കോമൺ എമിറ്റർ ആണെങ്കിൽ എന്തായി സംഭവിക്കുക? ഇൻപുട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അതാണ് ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 ഡിഗ്രി സംഭവിക്കുന്നത്. എവിടെ ആയിരിക്കും? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇത് കോമൺ ബേസ് ആണ്, ഇത് കോമൺ കളക്ടർ ആണ്. ഇത് എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് ആണ് അല്ലെ. കറണ്ട് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കറണ്ട് ആണെങ്കിൽ ദിസ് വോൾട്ടേജ്. കറണ്ട് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? when it is കറണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവത്തില്ല. ഇൻപുട്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അത് കറണ്ട് ഇൻപുട്ട് കറണ്ട് ഇങ്ങനെ ആണെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ഇങ്ങനെ ആയിരിക്കും. ഇൻപുട്ട് കറണ്ട് ഇങ്ങനെ ആണെങ്കിൽ ഔട്ട്പുട്ട് കോമൺ ബേസിൽ ഇങ്ങനെ ആയിരിക്കും. കോമൺ എമിറ്റർ ആണെങ്കിലും സെയിം തന്നെ ആയിരിക്കും. that means there is no phase shift in the input and output current in both in the all the three configuration അല്ലെ. മൂന്ന് കോൺഫിഗറേഷനകത്തും എന്തില്ല? ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും യാതൊരുവിധ കറണ്ടിന്റെ വേവ് ഫോമിൽ there is no phase shift in the input and output എന്ന് ഓർത്ത് വയ്ക്കാം. സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിലേക്ക് പോകാം. സോ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബയാസിംഗ് സർക്യൂട്ട്, ആ ബയാസിംഗിന്റെ ടേബിൾ ഓർത്ത് വയ്ക്കുക. DC ലോഡ് ലൈൻ ഓർത്ത് വയ്ക്കുക. സോ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് കോൺടാക്ട് നമ്പർ.
ഓക്കെ, താങ്ക്സ്. സോ എല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.